Welcome once again to Little Logana's Life Coach with Love. Again, Raj Tulasi, why old age home എന്നൊരു ചിന്തയുമായിട്ട് വരികയാണ്. അപ്പോൾ ഹി ഈസ് ആസ്കിങ് വാട്ട് ഇസ് ദ നീഡ് ഓഫ് ഓൾഡ് ഏജ് ഹോം. അപ്പോൾ നമുക്ക് പ്രായമാകുമ്പോൾ മാതാപിതാക്കളെ കൊണ്ട് താമസിപ്പിക്കാൻ ഒരു സ്ഥലം അതെന്തിനാണ് എന്ന് ചോദിക്കാൻ, അതിനുള്ള കുറേ റീസൺസ് അങ്ങോട്ട് ചോദിക്കുകയാണ്. വെദർ ദീസ് ആർ ദ റീസൺസ് ഓർ നോട്ട്. നിങ്ങൾ ചെറുതായിരിക്കുമ്പോൾ അല്ലേ, ആ അമ്മയുടെ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ they are dreaming about the child when you were being dictated. അന്ന് തൊട്ട് തുടങ്ങുന്ന സ്വപ്നങ്ങളാണ്. അപ്പോൾ too much care that she or he is giving to the child. They were so happy and everything and every thought they are preserving for the child. എന്നൊക്കെ ആയിട്ടൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ എ ഫാദർ ഇസ് ബീയിങ് ബോൺ, എ മദർ ഇസ് ദെയർ, എ ഗ്രാൻഡ് പാരൻ്റ് ഇസ് ദെയർ. എല്ലാവരും ജനിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരാളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഒരച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ എല്ലാവരും അതോട് കൂടിയിട്ട് അവരെല്ലാം ബർത്ത്ഡേ ആണ്. അപ്പോൾ ചോദിക്കുകയാണ്, അവർ ഓരോ നിമിഷവും കണ്ണു ചിമ്മാതെ നിങ്ങളെ നോക്കിയിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ, നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് അവർ ഉറക്കമൊഴിഞ്ഞ രാത്രികൾ, അവരുടെ അല്ലെ ഈ കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ടാൻഡ്രംസ്, അവരുടെ ഓരോ പ്രായത്തിലും ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയും സഹിച്ച് ഉറക്കമില്ലാത്ത എത്രയോ രാത്രികൾ കടന്നു പോയതാണ്. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് വെൻ ദ പേരൻസ് ആർ ബിക്കമിങ് ഓൾഡ്, വൈ യു ആർ തിങ്കിങ് അബൌട്ട് ആൻ ഓൾഡ് ഏജ് ഹോം. അവരുടെ ഫിയേഴ്സ്, അവരുടെ കൺഫ്യൂഷൻസ്, അവരുടെ പേടികളൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ ആരാണ് മാറ്റാൻ പോകുന്നത്? ഇന്ന് നമ്മൾ കാണുന്ന പ്രവണതയാണല്ലേ, പല വീടുകളിലും മുതിർന്നവർ മാത്രമേ ഉള്ളൂ. ഒരു പരിധി വരെ ഇവർക്ക് സ്വപ്നം കൊടുത്തിട്ട് യു കെയിലേക്കും കാനഡയിലേക്കും ഒക്കെ ചേക്കേറാൻ പ്രേരിപ്പിക്കുന്നതും അവർ തന്നെയാണ്. ഓഫ് കോഴ്സ് ദേ ആർ ഡ്രീമിങ് അബൌട്ട് എ ഗോൾഡൻ ഫ്യൂച്ചർ ഓഫ് ദ ചിൽഡ്രൻ. അത് ശരിയാണ്. ബട്ട് സ്റ്റിൽ അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ മെനി തിങ്സ് ദേ ആർ മിസ്സിങ് അല്ലെ. അവർ പ്രായമാകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളൊക്കെയും നിങ്ങൾ ചെറുതായിരിക്കുമ്പോൾ അനുഭവിച്ചതാണ്. അപ്പോൾ അതൊക്കെയും മാറ്റി വെച്ചിട്ട് Raj Tulasi was asking how you can be contented, or how you can smile, or how you can enjoy your hours without your parents. അപ്പോൾ പാരൻസിനെ കൂടാതെ നിങ്ങൾക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നു, നിങ്ങൾക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റുന്നു, നിങ്ങൾക്ക് എങ്ങനെ സമാധാനമായി കിടന്ന് ഉറങ്ങാൻ പറ്റുന്നു? ഒന്നോർത്താൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ വളരെ ഭാഗ്യം ചെയ്തവരാണ് അല്ലെ. കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് തന്നെ, കൺവെട്ടത്ത് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. അവരെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ചിലപ്പോൾ വഴക്കുണ്ടാക്കുമായിരിക്കും, ബട്ട് എവറിത്തിങ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ സറൗണ്ടിങ്സ്. അവരെ വിട്ട് അവർ പോകുന്നില്ല. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് ആലോചിക്കുമ്പോൾ. അപ്പോൾ ഇത് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇതൊരു വിഷമമായിട്ട് വരുന്നത്. ദാറ്റ് മെൻ വിൽ ടേക്ക് എവറിത്തിങ് ഇൻ എ പ്രാക്ടിക്കൽ വേ. അല്ലാതെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ കാണുന്ന വിമൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇത് ഫേസ് ചെയ്യുന്നത്. മക്കളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ജോലിയായി ആ വഴിക്ക് ആകുന്നു. പിന്നെ അവർക്ക് ഇത് അവരുടെ സന്തോഷം ഷെയർ ചെയ്യാൻ ആരുമില്ല, അവരുടെ സങ്കടം ഷെയർ ചെയ്യാൻ ആരുമില്ല. സ്റ്റിൽ ദ വിമൻ ഓർ വിമൻസ് ഹാർട്ട് എന്ന് പറയുന്നത് ഇസ് ഫുൾ ഓഫ് ലവ്. ഇനി അത് ആർക്ക് കൊടുക്കും, ഇനി ആ കെയർ ആർക്ക് കൊടുക്കും, ആ സ്നേഹം ആർക്ക് കൊടുക്കും എന്നൊക്കെയുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുന്നവരാണ് മിക്ക സ്ത്രീകളും. അത് അവരിൽ ഉണ്ടാക്കുന്ന വലിയ തരത്തിലൊരു ഇമോഷണൽ ഇംബാലൻസ് ഉണ്ട്. ആ ഇംബാലൻസിലൂടെ കടന്നു പോകുന്ന കുറേ സ്ത്രീകളെ എനിക്കറിയാം. ആസ് ടീച്ചേഴ്സ് ദേ വെർ സ്പെൻഡിങ് മോർ ടൈം വിത്ത് അതർ ചിൽഡ്രൻ. അതുകൊണ്ട് അവർക്ക് ആ ഒരു സ്കേഴ്സിറ്റി ഓഫ് ടൈം അവർ അനുഭവിച്ചത് തന്നെയാണ്. ബട്ട് യെറ്റ് ദേ ഹാവ് ഡൺ ഓൾ തിങ്സ് റിക്വയർഡ് ഫോർ ദെയർ ഓൺ ചിൽഡ്രൻ. അതെല്ലാം അവർ സാറ്റിസ്ഫൈ ചെയ്ത് വന്നതാണ്. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതിങ്ങനെ സമയം എന്ന് പറയുന്ന ഒരു സ്വപ്നം പോലെ കടന്നു പോകുന്നതാണ്. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മക്കളൊക്കെ വിട്ടുപോകുന്നു എന്നൊരു തോന്നൽ, അതുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്ത മനസ്സും ഇമോഷണൽ ഇംബാലൻസും ഒക്കെ കൂടെ ആകുമ്പോൾ മെനി വിമൻ ആർ സ്ട്രഗ്ലിങ് ഫോർ ദ സെയിം. അപ്പം അവിടെയാണ് ഈ ഒരു തോട്ടിൻ്റെ പ്രസക്തി. ദർ ഇസ് നോ നീഡ് ഓഫ് ഓൾഡ് ഏജ് ഹോം
if you are having love and care ready in your mind to give them back. Thank you.